ഹായ് ഓൾ, ഇന്ന് നമ്മൾ MCH022 സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. ഈ പേപ്പറിന്റെ ഔട്ട്കം എന്താണ് ആൻഡ് എത്ര ബ്ലോക്സ് ആണുള്ളത് ആൻഡ് ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നെല്ലാം നമ്മൾ നോക്കുന്നുണ്ടാവും. ആസ് എ കെമിസ്ട്രി സ്റ്റുഡന്റ് നമുക്ക് കുറച്ച് അനലിറ്റിക്കൽ ടെക്നിക്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അനലിറ്റിക്കൽ ടെക്നിക്സ് ആയിരിക്കും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ത്രൂ ഔട്ട് പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പേപ്പറിൽ വരുന്ന ബ്ലോക്സിനെ കുറിച്ച് നോക്കാം ആൻഡ് ബ്ലോക്സിൽ വരുന്ന യൂണിറ്റ്സിനെ കുറിച്ചും നോക്കാം. സോ ബ്ലോക്ക് 1 സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ്. ഇതിൽ 4 യൂണിറ്റ് ആണ് വരുന്നത് ആൻഡ് ആസ് ദ നെയിം സജസ്റ്റ് നമുക്ക് സോൾവെന്റ് എക്സ്ട്രാക്ഷനും അതേപോലെ തന്നെ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓൾസോ GC HPLC ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽ സ്റ്റഡിയും കൂടെ ഈ ഒരു ബ്ലോക്കിൽ വരുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 2 ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് മെംബ്രെയിൻ സെപ്പറേഷൻസ്. ഈ ഒരു ബ്ലോക്കിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി, സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രഫി നമ്മൾ പഠിക്കുന്നുണ്ടാവും ആൻഡ് ഓൾസോ മെംബ്രെയിൻ സെപ്പറേഷൻസ് ആൻഡ് ഇലക്ട്രോഫോറസിസ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക് 2. മൂവിംഗ് ഇൻ ടു ബ്ലോക്ക് 3 ഓപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് ബ്ലോക്ക് 3 നമ്മൾ കാണുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ് ഈ ടെക്നിക്സ്. സോ ഈ ഒരു ബ്ലോക്കിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദെൻ മൂവിംഗ് ഇൻ ടു ബ്ലോക്ക് 4 മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്. സോ 3 യൂണിറ്റ്സ് ആണ് വരുന്നത് ആൻഡ് ജനറലി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് NMR സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചായിരിക്കും ഈ ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവാം. ആൻഡ് ഫൈനലി ബ്ലോക്ക് 5 മാസ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഹൈഫനേറ്റഡ് ടെക്നിക്സ്. സോ ഇതിലും 3 യൂണിറ്റ് ആണ് ആൻഡ് മാസ് സ്പെക്ട്രോമെട്രിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും ആൻഡ് ഹൈഫനേറ്റഡ് ടെക്നിക്സ്, അതായത് മാസ് സ്പെക്ട്രോമെട്രി കമ്പൈൻഡ് വിത്ത് അതർ അനലിറ്റിക്കൽ ടെക്നിക്സ്, അതായത് LCMS, GCMS ഇതിനെ കുറിച്ചായിരിക്കും ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവാം. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് സ്കാറ്ററിംഗ് ആൻഡ് ഡിഫ്രാക്ഷൻ. സോ ഇത്രയുമാണ് നമ്മുടെ ബ്ലോക്സും അതിലുള്ള യൂണിറ്റ്സും. ഇനി നമുക്ക് ഓരോ യൂണിറ്റും അതിലുള്ള ടോപ്പിക്സും ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 1 സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. അപ്പൊ നമുക്കറിയാം സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ടെക്നിക് ആണ്. ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സോ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് പ്രസന്റ് ഒരു കോമ്പൗണ്ടിന്റെ ഒപ്പം പ്രസന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പ്യുവർ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പ്രിൻസിപ്പിൾസും ആൻഡ് ടെർമിനോളജീസും പഠിക്കും ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ്. അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക പല കോമ്പൗണ്ട്സും പല തരത്തിലായിരിക്കും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു മെത്തേഡ്സ് ആയിരിക്കും സെക്കൻഡ് സെക്ഷനിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ സെക്ഷൻ 3 ഡൈലുവൻസ് ആൻഡ് മോഡിഫയേഴ്സ്. സോ ഇത് രണ്ടും സോൾവെന്റ് എക്സ്ട്രാക്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന കോമ്പണൻസ് ആണ് ഡൈലുവൻസ് ആൻഡ് മോഡിഫയേഴ്സ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ദെൻ ഫൈനലി ഓപ്പറേഷണൽ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നുണ്ടാവുക. ഇത്രയാണ് യൂണിറ്റ് 1. യൂണിറ്റ് 2 ജനറൽ ആസ്പെക്ട്സ് ഓഫ് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ്. സോ ഇതിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. GC, HPLC അല്ലെങ്കിൽ LC, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രോമറ്റോഗ്രഫി, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയയും കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുന്നുണ്ടാവും. ദെൻ സെക്കൻഡ് സെക്ഷനിൽ LCനെ കുറിച്ച്, ലിക്വിഡ് ക്രോമറ്റോഗ്രഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതായത് ഏത് സ്റ്റേഷനറി ഫേസ് ആണ്, മൊബൈൽ ഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് കോമ്പൗണ്ട്സിൽ, ആൻഡ് സ്റ്റേഷനറി ഫേസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ദെൻ തേർഡ് സെക്ഷൻ പ്ലാനർ ക്രോമറ്റോഗ്രഫി, അതിൽ തന്നെ പേപ്പർ ക്രോമറ്റോഗ്രഫിയും TLCയും നോക്കുന്നുണ്ടാവും. സോ ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ഒരു തേർഡ് പോർഷൻ ആയ പ്ലാനർ ക്രോമറ്റോഗ്രഫിയിൽ ഉണ്ടാവുന്നത്. ദെൻ യൂണിറ്റ് 3 GC. സോ യൂണിറ്റ് 2 നമ്മൾ ബ്രീഫ് ആയിട്ട് GCനെ കുറിച്ച് പഠിച്ചു ആൻഡ് യൂണിറ്റ് 3 വളരെ ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് GCയിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ടാവും. അതായത് ഇൻസ്ട്രുമെന്റേഷൻ, സാമ്പിളിംഗ്, ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും. ദെൻ യൂണിറ്റ് 4 HPLC.
സോ ഇതിലും നമ്മൾ പ്രിൻസിപ്പിൾ, അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ഡിഫറെന്റ് കോളംസ്, മൊബൈൽ ഫേസിന്റെ സിസ്റ്റംസ്, സോൾവെന്റ് സിസ്റ്റംസ്, ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് HPLCയും പഠിക്കും. ഓൾസോ HPLC നമ്മൾ മാസ് സ്പെക്ട്രോമെട്രി ആയിട്ട് കമ്പൈൻ ചെയ്തുള്ള ഒരു മെത്തേഡ്സും കൂടെ പഠിക്കുന്നുണ്ടാവും. യൂണിറ്റ് 5 അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി. സോ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് അയൺ എക്സ്ചേഞ്ചേഴ്സ് ആയിരിക്കും. സോ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ എക്സ്ചേഞ്ചേഴ്സിനെ കുറിച്ച്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ആ ഒരു മെക്കാനിസം നടക്കുന്നത്. അയൺ എക്സ്ചേഞ്ച് ആണല്ലേ സംഭവിക്കുന്നത് സ്റ്റേഷനറി ഫേസും നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിലുള്ള അയൺസും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഒരു സെപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. സോ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ആൻഡ് ഈ അയൺ എക്സ്ചേഞ്ചേഴ്സിന്റെ പ്രോപ്പർട്ടീസ്, അതാണ് ഈ റെസൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫിയിൽ. ബാച്ച്, കോളം, മൂവിംഗ് ബെഡ് ഓപ്പറേഷൻസ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ആപ്ലിക്കേഷൻസ്. യൂണിറ്റ് 6 സൈസ് എക്സ്ക്ലൂഷൻ ക്രോമറ്റോഗ്രഫി. അപ്പോൾ ഈ ഒരു യൂണിറ്റ് 6 ആണെങ്കിലും നമുക്ക് ഇതിന്റെ നെയിം തന്നെ മനസ്സിലാവും, സൈസ് എക്സ്ക്ലൂഷൻ. സൈസിന്റെ ബേസിലായിരിക്കും നമ്മുടെ സെപ്പറേഷൻ ഇവിടെ നടക്കുന്നുണ്ടാവുക. സോ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് സ്റ്റേഷനറി ഫേസ് നമുക്ക് എപ്പോഴും കോമ്പൗണ്ടിനനുസരിച്ചായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ഉണ്ടാക്കുന്നത് ഒരു മാട്രിക്സ് സപ്പോർട്ട് വിത്ത് ജെൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ജെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ആപ്ലിക്കേഷൻസ്. യൂണിറ്റ് 7 മെംബ്രെയിൻ സെപ്പറേഷൻസ്. സോ ഇവിടെ മെംബ്രെയിൻസ്, സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മൈക്രോ നാനോ സ്കെയിൽ സെപ്പറേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ചധികം ടെക്നിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ക്ലാസ് മുതൽ കണ്ടുവരുന്ന നമ്മൾ പഠിച്ചു വരുന്ന ഓസ്മോസിസ്, ഡയാലിസിസ്, അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ പുതിയ ടേംസ്, പുതിയ ടെക്നിക്സും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടെക്നിക്സ് മാത്രം പോരാ, അതിന്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ ഒരു സെപ്പറേഷൻ പോസിബിൾ ആവുന്നത് നമ്മുടെ ഈ ഒരു മെംബ്രെയിൻ യൂസ് ചെയ്തിട്ടെന്നുള്ള ഒരു മെക്കാനിസം കൂടെ ഇവിടെ വരുന്നുണ്ട്. ദെൻ ഈ മെംബ്രെയിൻ സെപ്പറേഷന്റെ ആപ്ലിക്കേഷൻസും ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ യൂണിറ്റ് 8 ഇലക്ട്രോഫോറസിസ്. ഇപ്പോ എല്ലാ ഏരിയയിലും ബയോകെമിസ്ട്രി, ഫോറൻസിക് കെമിസ്ട്രി, ഈ എല്ലാ ഏരിയസിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അതായത് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ സെപ്പറേഷൻ ആണ് ത്രൂ എ ജെൽ മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഉണ്ട്. അതായത് DNA ജെൽ, SDS പേജ്, 2D SDS പേജ്, അങ്ങനെയുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പ്രോട്ടീൻ, DNA, ഇതിന്റെയൊക്കെ സെപ്പറേഷന് നമുക്ക് പലതരത്തിലുള്ള സ്ലാബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട്, സ്ലാബിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ഇലക്ട്രോഫോറസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കാപ്പിലറി ഇലക്ട്രോഫോറസിന്റെ ഡിഫറെന്റ്, അവിടെയും ഡിഫറെന്റ് സ്ലാബ് യൂസ് ചെയ്ത ടെക്നിക്കാണ് കാപ്പിലറി ഇലക്ട്രോഫോറസിസിലും വരുന്നത്. അപ്പൊ അതിനെയും കുറിച്ചും പഠിക്കാൻ നമുക്ക് ഈ യൂണിറ്റ് 8 ഉണ്ട്. ദെൻ യൂണിറ്റ് 9 UV വിസിബിൾ സ്പെക്ട്രോമെട്രി. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ടെക്നിക്കായിരിക്കും UV വിസിബിൾ സ്പെക്ട്രോമെട്രി. എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ സാമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഒരു കോമ്പൗണ്ട് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് UV വിസിബിൾ സ്പെക്ട്രോമെട്രി. അപ്പൊ അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷനും പഠിക്കാനുണ്ട്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UV വിസിബിൾ സ്പെക്ട്രോമീറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം, സിംഗിൾ ബീം, ഡബിൾ ബീം. അപ്പൊ അതിനെ കുറിച്ചും അതിന്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓൾസോ ആപ്ലിക്കേഷൻസ്. ദെൻ യൂണിറ്റ് 10 IR ആൻഡ് രാമൻ സ്പെക്ട്രോമെട്രി. IR നമുക്കറിയാം വൈബ്രേഷണൽ ട്രാൻസിഷനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ടിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്പെക്ട്രോമെട്രി ടെക്നിക്കാണ്. അതേപോലെ തന്നെ രാമൻ എന്ന് പറയുന്നത് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അത് ഏതൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തിയറി പാർട്ട് പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ദെൻ ഓൾസോ ആപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്.
Then unit 11 plurimetry and phosphorimetry. ഇപ്പൊ പ്ലൂറിമെട്രി ആൻഡ് ഫോസ്ഫോറിമെട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കോമ്പൗണ്ട് എക്സൈറ്റേഷൻ നടന്ന് അത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൂറസൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറസൻസ് എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു എമിഷൻ സ്പെക്ട്രോമെട്രിക് ടെക്നിക്സ് ആണ്. ആൻഡ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ജബലോൻസ്കി ഡയഗ്രാം ആണ്. അപ്പോ ജബലോൻസ്കി ഡയഗ്രാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. Then different factors influencing fluorescence and phosphorescence, and also quenching and instrumentation. And also ഇതിന്റെ ആപ്ലിക്കേഷൻസ്, ഈ രണ്ട് ടെക്നിക്സിന്റെയും ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. Then unit 12 AAS and AES. ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും നമുക്കൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്തിനാണെങ്കിലും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്സ് ആണിത്. AS AES എന്നൊക്കെ പറയുന്ന സമയത്ത് AS എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഇത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ കോമ്പൗണ്ടിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എമിഷൻ എന്ന് പറയുന്നത് എന്താണ്, എത്ര എമൗണ്ട് ലൈറ്റ് എമിറ്റ് ചെയ്തു വെൻ ഇറ്റ് കംസ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് AES. ആൻഡ് ASൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സൈറ്റേഷൻ സോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാം, ഫ്ലെയിം അല്ലെങ്കിൽ ഗ്രഫൈറ്റ് ഫേർണസ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ആ രണ്ട് മെത്തേഡ്സിനെയും. അതേപോലെ തന്നെ AESലാണെങ്കിലും നമുക്ക് ഫ്ലെയിം അല്ലെങ്കിൽ ICP ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ ഇതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സൈറ്റേഷൻ സോഴ്സസ് യൂസ് ചെയ്യാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് അതിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഓൾസോ ഇന്റർഫെറൻസസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പൊ ഈ ഒരു ടെക്നിക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്റർഫെറൻസസ് ഉണ്ടാവും, ചില ഇന്റർഫെറൻസസ് ഉണ്ടാവും വിച്ച് മേക്സ് ആർ അനാലിസിസ് റോങ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് ആപ്ലിക്കേഷൻസും കാണാനുണ്ട്. ദെൻ യൂണിറ്റ് 13 H1 NMR. പ്രോട്ടോൺ NMR ആണ് യൂണിറ്റ് 13. അപ്പൊ അതിൽ NMRൽ തിയറി പഠിക്കാനുണ്ട്. ഓൾസോ FT NMRനെ കുറിച്ചും കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് ഫസ്റ്റ് പാർട്ടിൽ. ദെൻ കപ്ലിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനും നമ്മൾ കാണും. അതായത് ഡിഫറെന്റ് പ്രോട്ടോൺസ് തമ്മിൽ കപ്ലിംഗ് നടക്കും. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മുടെ സിഗ്നലിൽ എന്തുണ്ടാവും, സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാനുണ്ട് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഓൾസോ ആപ്ലിക്കേഷൻസും കാണുന്നുണ്ടാവും. യൂണിറ്റ് 14 13C NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഇവിടെ 13C കാർബൺ ആയിരിക്കും ഇവിടെ NMR ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ കപ്ലിങ്ങും അതേപോലെ തന്നെ സിഗ്നൽസും ബേസ് ചെയ്ത് നമ്മളിവിടെ എന്ത് ചെയ്യും, കോമ്പൗണ്ട് ഏതാണ്, മോസ്റ്റ്ലി ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നമ്പർ ഓഫ് കാർബൺ ഒക്കെ വെച്ച് ഒരു കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണല്ലേ, അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും NMR വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത് ഏത് കാർബൺ ആണ്, എത്രാമത്തെ പൊസിഷനിലുള്ള കാർബൺ ആണ്, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അടുത്തുള്ള കാർബൺ ആണെന്നെല്ലാം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇന്റൻസിറ്റി ആൻഡ് ഷിഫ്റ്റ് പഠിക്കാനുണ്ട്. യൂണിറ്റ് 14 ഫർദർ നമ്മൾ കാണുന്നത് എൻഹാൻസ്മെന്റ്സ് ആൻഡ് സ്പെക്ട്ര ആയിരിക്കും. അതായത് ഓഫ് റെസനൻസ് ഡീകപ്ലിംഗ് DEPT എന്ന് പറയുന്ന ടെക്നിക്സ്. അതായത് നമുക്ക് കിട്ടുന്ന NMR ഡാറ്റ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളതും അതേപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള NMR ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇത്. ഓൾസോ നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് വെച്ചിട്ട് സ്ട്രക്ചർ എലൂസിഡേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സിഗ്നൽ ബേസ് ചെയ്ത് നമ്മൾ ഏത് മോളിക്യൂൾ ആണെന്ന് പ്രഡിക്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾ. അപ്പൊ ആ ഒരു പോർഷനും കൂടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 15 2D NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പോ ഇതെന്ന് പറയുന്നത് 2D NMR എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ തരാനും അതേപോലെ തന്നെ സിഗ്നൽ റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഒരു ടെക്നിക്കാണ് 2D NMR എന്ന് പറയുന്നത്. സോ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷനും പഠിക്കാനുണ്ട്. ദെൻ യൂണിറ്റ് 15 2D ഹെട്രോന്യൂക്ലിയർ NMR. സോ 2D ഹെട്രോന്യൂക്ലിയർ NMR എന്ന് പറയുന്നത് അതർ ദാൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ നമുക്ക് നൈട്രജൻ, ഫ്ലൂറിൻ ഇതുപോലെയുള്ള NMR ആക്റ്റീവ്, നൈട്രജൻ 15 NMR ആക്റ്റീവ് ആണ്. അപ്പൊ അതുപോലെയുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എലമെന്റ്സ് നമ്മുടെ കോമ്പൗണ്ടിൽ പ്രസന്റ് ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഈ ഒരു രണ്ട് NMR ആക്റ്റീവ് ആയിട്ടുള്ള
ആറ്റം തമ്മിൽ എന്തുണ്ടാവും, ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ന്യൂക്ലിയൈ, ആ NMR ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയൈ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഇന്ററാക്ഷൻ കാരണം നമ്മുടെ സിഗ്നലിൽ എന്താണ് ഫർദർ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഈ 2D ഹെട്രോ ന്യൂക്ലിയർ NMR എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 16 മാസ് സ്പെക്ട്രോമെട്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ടെക്നിക്കാണ്. നമുക്ക് സ്ട്രക്ചറൽ ആസ് വെൽ ആസ് മോളിക്കുലാർ മാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് MS ൽ നിന്ന് കിട്ടും. സോ അതിന്റെ ഒരു തിയറി, ഇൻസ്ട്രുമെന്റേഷൻ, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. യൂണിറ്റ് 17 ഹൈഫിനേറ്റഡ് ടെക്നിക്സ് ആണ്. അതായത് MS ന് നമ്മൾ അതർ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് ആയിട്ടുള്ള LC, GC ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഈ ഹൈഫിനേറ്റഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ GC, LC ഒക്കെ ബെറ്റർ സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യും. MS ആണെങ്കിലോ ബെറ്റർ ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് കോമ്പൗണ്ട്സിന്റെ ബെറ്റർ ഐഡന്റിഫിക്കേഷൻ ആണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താ, നമുക്ക് ഗുഡ് റിസൾട്ട്സ് കിട്ടും. അപ്പൊ അതാണ് ഹൈഫിനേറ്റഡ് ടെക്നിക്സ്. സോ അതിൽ GC, IR, അതേപോലെ തന്നെ LC, MS, ടാൻഡം MS. ഈ ടാൻഡം MS എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത് 2 ഡിഫറെന്റ് മാസ് അനലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോ കുറച്ചും കൂടെ എന്തായിരിക്കും, ബെറ്റർ റിസൾട്ട്സ് കിട്ടും. അപ്പൊ അതാണ് ടാൻഡം MS എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും പ്രിൻസിപ്പൽ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് യൂണിറ്റ് 18 സ്കാറ്ററിംഗ് ആൻഡ് ഡിഫ്രാക്ഷൻ. സോ ഇവിടെ നമ്മൾ എക്സ്റേ സ്കാറ്ററിങ്ങിനെ കുറിച്ചും എക്സ്റേ ഡിഫ്രാക്ഷനെ കുറിച്ചുമാണ് പറയുന്നത്. എക്സ്റേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂള് എക്സ്റേ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. സോ നമുക്ക് അറ്റോമിക് ആൻഡ് ഓൾസോ മോളിക്കുലാർ ലെവലിലുള്ള ഇൻഫർമേഷൻസ് ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് കിട്ടും. ഇനി ഡിഫ്രാക്ഷൻ ആണെങ്കിൽ XRD ഒക്കെയാണ് നമ്മുടെ ഡിഫ്രാക്ഷനിൽ വരുന്നത്. അപ്പൊ അതാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് എക്സ്റേ ഒരു കോമ്പൗണ്ട് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ആൻഡ് വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ക്രിസ്റ്റലോഗ്രഫിക്സ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. സോ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പറാണ്, പക്ഷെ ആദ്യം തന്നെ പഠിച്ചു പോവുക. സിമ്പിൾ ആയിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണിത്. സോ താങ്ക് യു.